ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പാലിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അധിക നേരം സിമ്മിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ അത് തിളച്ച് പൊന്തിന്നില്ല. ഞാൻ അവിടെ നിന്നും മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും തിളച്ച് പൊന്തി താഴെ പോയി. പിന്നെ അതൊക്കെ നേരാക്കി നമ്മളിതാ തിളപ്പിച്ച പാലിക്ക് മിൽക്ക് മേഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അത് അമ്മച്ചി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിൽ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഉള്ളിയും കൂടി വഴറ്റുന്നുണ്ട്. പിന്നെ ഞാനിതിവിടെ ക്രീം ബീറ്റ് ചെയ്യാണ് കേട്ടോ. ക്രീമിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് അത് ഞാൻ കൂടുതൽ ബീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് ലൂസായിട്ടാണ് ചെയ്തത്. പിന്നെ ഒരു പുഡിംഗ് ട്രേയിൽ ബ്രെഡ് നിരത്തി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഒഴിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡ് വെച്ചു. അപ്പോൾ ഉമ്മച്ചിക്കൊരു പരാതി, അതിൻ്റെ സൈഡൊക്കെ കുറേ കളഞ്ഞു എന്നൊക്കെ ഒരു പരാതി വന്നപ്പോൾ നമ്മൾ അതിനും കൂടി ഒരു ലെയറാക്കി വെച്ച് അതിലേക്ക് കുറച്ച് ഹോർലിക്സിൻ്റെ പൗഡറും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീമും പിന്നെ വീണ്ടും ബ്രെഡ് നിരത്തി വെച്ച് നമ്മുടെ മിൽക്കിൻ്റെ മിക്സ് വീണ്ടും ഒഴിച്ചു കൊടുത്തു, ക്രീം ഒഴിച്ചു. പിന്നെ അതാ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ ഹോർലിക്സും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ പുഡിങ് നല്ല സെറ്റായിട്ട് വരാൻ 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എൻ്റെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഉമ്മച്ചിൻ്റെ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആയിക്കൂടെയൊക്കെ നടന്ന് വീണ്ടും വന്നപ്പോൾ ഉമ്മച്ചിൻ്റെ ദമ്മിടലും കഴിഞ്ഞു. അങ്ങനെ ബിരിയാണിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അർജൻറ്റായി. അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിച്ചു. ഉമ്മച്ചിത ഇളക്കി മറിക്കുന്നുണ്ട്. ഉമ്മച്ചി ഇങ്ങനെ ഒക്കെപ്പാടൊപ്പം മിക്സ് ആക്കാതെ ഇങ്ങനെ കുറച്ചാണ് കേട്ടോ മിക്സ് ചെയ്യൽ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് വിളമ്പെടുത്തിട്ടുണ്ട്. ഉമ്മച്ചി ഉണ്ടാക്കുന്ന സെയിം രീതിയിൽ തന്നെ കേട്ടോ ഞാനും മസാലയൊക്കെ ഉണ്ടാക്കൽ, പക്ഷേ രണ്ടും വേറെ ടേസ്റ്റാണ് ഉണ്ടാവൽ. എൻ്റെ ഫേവറേറ്റ് ബിരിയാണി കേട്ടോ ഉമ്മച്ചി ഉണ്ടാക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ടേസ്റ്റ് തന്നെ എനിക്ക് ഇപ്പോഴും കഴിച്ചപ്പോൾ കിട്ടി, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിതാ ബിരിയാണി തിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോഴേക്കും നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ട്. 4 മണിക്കൂറൊന്നും വെച്ചില്ല കേട്ടോ, അർജൻറ്റ് കൊണ്ട് നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് അടിയിൽ കുറച്ച് പാലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഒക്കെപ്പാടെ അതിമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കത്തിയോണ്ട് കുറച്ച് പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് മധുരം കൂടുതലുണ്ടായിരുന്നു, നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റിയില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.